കുട്ടിക്ക് മാത്രം പെണ്ണിട്ടില്ലോ എന്ന് പറഞ്ഞ് നടന്നിട്ട് ലാസ്റ്റ് പാപ്പിയും വെച്ച് ഇപ്പോൾ കല്യാണം വിളിക്കുന്ന തിരക്കില്ല. 2 ദിവസം ബാക്കിയുള്ളൂ. എന്ത് പറഞ്ഞിട്ട് എന്താ പറയുക, കല്യാണച്ചക്കന് ഇപ്പോഴും കുഞ്ചാമയും കണ്ട് നടക്കണം. തന്നെ ഇറങ്ങിക്കാൻ ഞങ്ങളെല്ലാവരും ഐസും അതിൻ്റെ കൂടെ തന്നെ അതേ മുന്നിൽ കയറിയിരുന്നു. അങ്ങനെ ഞാനും മുന്നാക്കി മുന്നിലോട്ടോ ഞങ്ങൾ എത്തിക്കോളാറുണ്ട്. പാപ്പിയും വെച്ച് ഓട്ടോയിലും കയറി ഞങ്ങൾ വൈക്കുമലും പോന്നു. അങ്ങനെ പോണ വയ്ക്ക് നല്ല കാർമയൊക്കെ ഉണ്ട്. പണി തരുമോ എന്ന് വിചാരിച്ചു. പക്ഷേ അതിനനുസരിച്ച് നല്ല വെയിൽ വന്നത് ചമഞ്ഞിരിക്കുന്ന ഒരാൾ. പിന്നെ അല്ല മനസ്സിലായത് ഡിസൈനർ കലാവിരുദ്ധാണ്. ഞാൻ അതിൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞു. ഞാനും മുന്നാക്കി പിന്നെ പെണ്ണിനുള്ള ഓരോ ഡ്രസ്സുകൾ നോക്കി തുടങ്ങി. പിന്നെ മുത്തച്ഛനെ എന്നെ ഞാൻ വിട്ടിക്കല്ലേ, ഏതൊക്കെ വേണ്ടി വെച്ച് സെലക്ട് ചെയ്ത് വെക്കാം. ഞങ്ങൾ ഓളെയും വെയിറ്റ് ചെയ്തോടിയിരുന്നു. പിന്നെ ഓൾക്ക് പറ്റിയത് ഓളെ സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് കഴിച്ച് നമ്മൾ പുതിയ മച്ചനൂൻ്റെ ലീല. സോറി അങ്ങനെയല്ല, ബായിൻ്റെ സ്വന്തം ലീല. പിന്നെ ബില്ലും കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മണവാളൻ. അത് നിൽക്കാമൊന്നും കഴിഞ്ഞിട്ടില്ല. ലീലൻ്റെയും മച്ചനൂൻ്റെയും ഇടയിൽ കയറി ഞാനങ്ങിരുന്നു. അത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. പിന്നെ നേരെ പോയത് മഹറെടുക്കാനാണ്. പിന്നെ മലനാട് ജ്വല്ലറി കയറി അവളുടെ മഹറെടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഒരു റെൻ്റൽ ഷോപ്പിലോട്ട് കയറി. കൺഫ്യൂഷൻ ആവണ പോലെ ഇഷ്ടം പോലെ കളക്ഷൻസ്. അങ്ങനെ ആളുകൾ ഓരോന്ന് ട്രൈ ചെയ്ത് അവിടെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സമയം ഇരുട്ടായിരിക്കണം. ഇനി ബാക്കി നാളെ ആകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ചന്ദ്രൻ ഞങ്ങളെയും നോക്കിയിരിക്കണം. ഇനിയും കഴിഞ്ഞിട്ടില്ല.